എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ആദ്യ തമിഴ് സിനിമയാണ്. ഇതിനു മുമ്പ് 2 മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് ആദ്യ സംരംഭമാണ്, തമിഴ് പ്രോജക്റ്റ്. അത് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രഭുദേവ മാസ്റ്ററോട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു മൊമെൻറ്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും. അതിൻ്റെ കാരണക്കാരായ മെയിൻ ആളെ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജോബി പി സാം. അതിൻ്റെ നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് ദിനിൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാം സണ്ണി ചേച്ചി, യുനോ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന സണ്ണി ചേച്ചി, സണ്ണി ഇവിടെ ഉണ്ട്. സോ സിനിമയെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആദ്യം പറയാം, അതിനുശേഷം എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുമായിരിക്കും. കാരണം എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല, നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെയാണ്. സോ നമ്മളുടെ സിനിമയുടെ പേര് പേട്ടറാപ്പ് എന്നാണ്. എൻ്റെ പേര് SJ സിനു എന്നാണ് ടൈറ്റിൽ. പ്രൊഡ്യൂസർ ജോബി പി സാം, സ്ക്രിപ്റ്റ് റൈറ്റർ ദിനിൽ പി കരുണാകരൻ. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിത്തു ദാമോദറാണ്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ്. അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ടെക്നിക്കൽ സൈഡ് സപ്പോർട്ടുള്ള ഒരു നല്ല സിനിമയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ജോബിയോട് തന്നെയാണ്. കാരണം എന്നെപ്പോലത്തെ ഒരാളെ വിശ്വസിച്ചിട്ട് ഇത്രയും പൈസ മുടക്കി ഇത്രയും ഇങ്ങനെ സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന ആ പില്ലർ ഓഫ് സപ്പോർട്ട് മിസ്റ്റർ ജോബിക്ക് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റില്ല, നമ്മുടെ ഈ കൂടിക്കാഴ്ചകളില്ല, ഒന്നുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ജോബി പി സാം. ദെൻ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ പിക്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വർക്കാകുന്ന ടൈപ്പുള്ള, യങ്സ്റ്റേഴ്സിന് വർക്കാകുന്ന ടൈപ്പുള്ള പ്രഭുദേവ മാസ്റ്ററിൻ്റെ കറക്റ്റ് ഒരു ജോണർ മൂവിയാണ്. എനിക്കൊന്ന് കാലങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പടം വരാൻ സാധ്യത. കാരണം 10 പാട്ടുകളുള്ള ഒരു സിനിമയാണ്. പേട്ടറാപ്പ് എന്ന പേര് പറയുന്ന പോലെ തന്നെ പഴയ കാതലൻ സിനിമയിലെ പേട്ടറാപ്പ് പാട്ട് ഉൾപ്പെടെയാണ് സിനിമ റിലീസാകുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിൽ വരുന്ന ഈ സിനിമ ഒരു ഫൺ ട്രാവലായി കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഫാമിലിയോടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മ്യൂസിക്കൽ ഡാൻസ് കോംബോ പാക്കുള്ള ഒരു പടമാണ്. അതിനകത്ത് സർപ്രൈസിങ് ആയി സണ്ണിയുണ്ട്. എൻ്റെ ഹീറോയിൻ ശരിക്കും പറഞ്ഞാൽ വേദികയാണ്. വേദികയ്ക്ക് ഇന്നൊരു ഷൂട്ടിംഗ് തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം വേദികയാണ് എൻ്റെ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയും വളരെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ഷാജോൺ ചേട്ടനുണ്ട്, കലാഭവൻ ഷാജോൺ ചേട്ടൻ. അദ്ദേഹം ഇതിനകത്ത് അതിഗംഭീരമായ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിലുള്ള വിവേക് പ്രസന്ന, ഭഗവതി പെരുമാൾ, രമേശ് തിലക്, മയം ഗോപി, അങ്ങനെ സീനിയറായ കുറേ ആർട്ടിസ്റ്റുകളുള്ള അത്യാവശ്യം നല്ല മൂവ്മെൻറ്റിൽ ഫാസ്റ്റിൽ പോകുന്ന ഒരു 2 മണിക്കൂർ പടമാണ് പേട്ടറാപ്പ്. ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വളരെ രസമായിട്ട് കണ്ടിരിക്കാം. മാസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്നൊരു നല്ല 2-3 ഡാൻസ് നമ്പറുള്ള സിനിമയാണ്, വൈബ്രൻ്റായ ഡാൻസ് നമ്പറുള്ളതാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എഴുതി എന്നെ ഉയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും സിനിമ പോയി കാണണം. സിനിമ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്ന്. സോ 27-നാണ് സിനിമയുടെ റിലീസ്. ഇത്രയൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. കാരണം ഒരുപാട് പറയാനൊന്നും, നിങ്ങളുടെ കൂട്ടത്തിലൊരാളായതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാറ്റിൽ പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്യൂ വേർഡ്സിന് ഫസ്റ്റ് പ്രഭുദേവ മാസ്റ്റർക്ക് തന്നെ കൊടുക്കാൻ വയ്ക്കും. താങ്ക് യു. സോറി, ഒരാൾ മിസ്സായിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഏറ്റവും, അതായത് പില്ലർ ഓഫ് സപ്പോർട്ട് ഏറ്റവും നന്നിരിക്കുന്നത് ഡി ഇമ്മനാണ്. അദ്ദേഹമാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. എക്സെപ്ഷണൽ ജോബാണ് ചെയ്തിരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പം നിങ്ങൾ കേട്ട ഇവിടെ 2 പാട്ടുകളുണ്ട്. ഇനി റിലീസാകാനൊരു 6 പാട്ടുകളുണ്ട്. എല്ലാ സോങ്ങുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. സോ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയത് ഈ ഒരു തിരക്കിനിടയ്ക്ക് വിട്ടുപോയതാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു 50% ഇല്ല. കാരണം മ്യൂസിക്കൽ ഡാൻസ് കോംബോ അത്ര ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഡി ഇമ്മാൻ. സോ ഈ സമയത്ത് എനിക്ക് ഇമ്മാൻ സാറിനോടും ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രം പറയാനുള്ളൂ. ഓക്കെ മോസ്റ്റർ. எல்லாருக்கும் வணக்கம். ஹாப்பி ஓணம் டு ஆல். அட்வான்ஸ் ஹாப்பி ஓணம். உங்களை எல்லாரையும் பார்க்குறது ரொம்ப சந்தோஷமாக இருக்குது. பேட்டராப் படத்துக்காக இங்கே உட்காந்துருக்கோம். தேங்க்ஸ் டு சீனு அண்ட் ஜோபி, பிகாஸ் them only I'm here. We'll go on. Okay? Hello.
How are you? All right. First of all, happy Onam, and thank you everybody for coming out. And I really hope that you love the song that I am in, which is called Vichu Sayede. And it's my first time performing with Prabhu sir. And I think you guys are going to be blown away by what we've created, and I hope you enjoy. Love you. ഇതിൻ്റെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിനിൽ. ഞാൻ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ജോബി ചേട്ടൻ്റെയും സിനി ചേട്ടൻ്റെയും കൂടെ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. വാസ്തവത്തിൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ നെർവസായി. ഞാനും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കേരളകൗമുദി ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ടാണ്. എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് കാണുന്നത്. എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഓണം. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പെടറാപ്പ്. തമിഴിൽ ഫസ്റ്റ് സിനിമയാണ്. എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചു പഠിച്ച സുഹൃത്ത് ബന്ധമാണ് ഞാനും ഇതിൻ്റെ ഡയറക്ടർ സിനുവുമായിട്ടുള്ളത്. അപ്പോൾ സിനു അങ്ങനെ ഫസ്റ്റ് തമിഴ് സിനിമയാണ് സിനു ഡയറക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു സിനിമ ആകും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതേപോലെ ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്ന പ്രഭുദേവ് സാറാണ്. തമിഴിലെ എല്ലാവരും ഞങ്ങളോട് ആദ്യമായിട്ടാണ്. അതേപോലെ സണ്ണി മേഡമോൾ. ഈ ദിനിൽ എൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. അങ്ങനെ നല്ലൊരു ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു ടീമായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത് ഈ സിനിമ. അങ്ങനെ നല്ലൊരു സിനിമ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും, എന്നുവെച്ചാൽ പലരുണ്ട്, പല വേൾഡ് വൈഡാണ് സിനിമ റിലീസ് ചെയ്യുന്നത്, പല ലാംഗ്വേജിൽ. അപ്പം ആ കാര്യത്തിലും അഭിമാനിക്കാം. കാരണം ഒരു മലയാളിയായിട്ടുള്ള ഞങ്ങൾ 3 പേരാണ്, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ. ഈ 3 പേരും കൂടെ ചേർന്ന് ഒരു തമിഴ് സിനിമ മലയാളത്തിൽ നിന്ന് ആളുകൾ പോയി ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പിന്നെ ഇപ്പം പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സിനിമാ മേഖലകളിൽ. ഇപ്പം എനിക്കതിനകത്തിൽ പൂർണ്ണമായും ഉറപ്പുണ്ട്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ക്രൂസിന് എല്ലാം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് തന്നെയാണ് ഈ ബ്ലൂ ഹിൽ ഫിലിംസ് എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. അത് എല്ലാ ക്രൂസിനെയും ഞങ്ങൾ ഒരേപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഈ കമ്പനിക്കുണ്ട്. താങ്ക് യു. താങ്ക് യു. ഇനി നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണെന്നറിയാം. ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം. പേഴ്സണലി ഉള്ള ചോദ്യങ്ങൾ നമ്മുടെ ഗസ്റ്റിനോട് ചോദിക്കരുത്. സിനിമാപരമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള സമയം. ഡയറക്ടറോടാണ്, എന്തുകൊണ്ട് സണ്ണി ലിയോണെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഇത്രയും ഒരു വലിയ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഒരു സണ്ണി ലിയോണിനെ ഓട്ടോമാറ്റിക് കൊണ്ടുവരുമ്പോൾ ഫിലിമിൻ്റെ സ്കെയിൽ ഓട്ടോമാറ്റിക് വലുതാവില്ലേ ചെയ്യുന്നത്? അത് ശരിക്കും പഴയൊരു ക്രിഞ്ച് ഡയലോഗ് ഞാൻ പറയട്ടെ. ക്യാരക്ടർ ഡിമാൻഡ്സ് ആക്ടർ എന്നാണ് എപ്പോഴും കറക്റ്റ്. നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. അല്ലാതെ നമ്മൾ ആ സമയത്ത് സണ്ണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരാൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പോസ്റ്റ് ചെയ്തതല്ല. ആ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരാൾ നമുക്ക് വേണ്ടിയിരുന്നു. അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ പേർപ്പസ്ഫുള്ളി ബഡ്ജറ്റ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നാൽ പടത്തിന് കുറച്ച് പ്രൊമോഷൻ കിട്ടും, അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ഫീൽ ഞങ്ങൾക്ക് തോന്നും ആ സബ്ജക്റ്റ് കാണുമ്പോൾ. താങ്ക് യു. പടം മ്യൂസിക്കൽ റൊമാൻറ്റിക് ആക്ഷനാണ്. പടം ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു A സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആക്ഷൻ അല്ല. റാപ്പ് മിക്സ് ഉള്ള ഒരു 5-6 ഫൈറ്റോളം പടത്തിലുണ്ട്. പക്ഷെ അതൊരു ഫൺ ഫൈറ്റ്സ് ആണ്. മാസ്റ്ററുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതും എല്ലാ തരത്തിലും, ഈവൻ കുട്ടികൾക്ക് പോലെ ആ ഫൈറ്റ് കണ്ടാൽ ഇഷ്ടപ്പെടും. പിന്നെ എങ്കിൽ മാസമാണ് ഫൈറ്റ്, കളർഫുള്ളാണ്, ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് ഈ പടത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഡിമാൻഡ് ചെയ്യുക അതിനുള്ള കൃത്യമായി നമ്മൾ സോഴ്സ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്.
അയ്യോ അങ്ങനെ ഞാനൊരു മലയാളിയായതുകൊണ്ട് മാത്രം എൻ്റെ ഒരു ആഗ്രഹത്തിന് വിളിച്ചിട്ട് വന്ന നമ്മളിവിടെ അല്ല ഞാൻ കൊച്ചിക്കാരനാണ്. ഞാൻ 10-15 വർഷം ഇവിടെയാണ് ജീവിക്കുന്നത്. പിന്നെ ഞാനിവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങളെയൊക്കെ അറിയിക്കണ്ടേ. ഞാൻ അവിടെ പോയി കിടന്ന് എന്നെ അവിടെ അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് നിങ്ങളെ ഇവിടെ അറിയുന്ന പോലെ ഇത്രയും സന്തോഷമുള്ളൊരു മേഖല ഇപ്പോൾ ചെന്നൈയിൽ പ്രസ് മീറ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു 19th. ഇതിൻ്റെ ഒരു ഡബിൾ വരും. ഈ കോൺഫിഡൻസ് ഞാൻ അവിടെ ഇരിക്കത്തില്ല, ബിക്കോസ് അവർ തമിഴിലായിരിക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. തമിഴ് നല്ലതായി പറയണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ കിട്ടുന്ന ഈ കോൺഫിഡൻസ് വേറെ ലെവലാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. താങ്ക് യു. இல்லை அப்படியெல்லாம் நான் தாட்ஸ் கொடுக்கல. ஃபர்ஸ்ட் ஆஃப் ஆல் அந்த டைட்டில் சொன்னோன்னே நான் நினச்சேன், பரவாயில்ல இவ்வளோ நாள் எப்படி விட்டு வச்சாங்க இந்த டைட்டில், நல்லா இருக்குது இந்த டைட்டில் அப்படின்னு. அப்படி தான் இருந்துச்சு. அப்படி தான் நான் கேட்டேன், எப்படிங்க பிடிச்சிங்க இந்த டைட்டில், இவ்வளோ நாள் எங்கள் மைண்ட்லேயே இல்லை மாஸ்டர், நான் உங்களை ரொம்ப நாள் ஃபாலோ பண்ணிகிட்டு இருக்கேன்ல, ஸோ உங்களை அப்படி தான் பிடிச்சேன். அப்புறமா அந்த லெகசிக்கு நான் டெஃபினெட்லி வி ஒர்க் ஹார்ட் ஃபார் தட். தே ஒர்க்ட் ஹார்ட், இன்க்ளூடிங் மீ, எவ்ரிபடி ஒர்க்ட் ஹார்ட். இல்லை அப்படி நம்ம நினைக்கிறது இல்லை. இப்போ யாராச்சும் வந்தாங்கன்னா, பிகாஸ் இவர் வந்து பேசும்போது அந்த இந்த மலையாள டென்ஸ் இருந்து தமிழ் அப்போ அதனால், ஸோ யாராச்சும் வந்தாங்கன்னா நீங்கள் எந்த ஊர் எந்த லாங்குவேஜ் அந்த மாதிரிலாம் நம்ம கேட்குறது இல்லை சினிமாவில். எப்பவுமே எங்கேருந்து யார் வந்தாலும் தட்ஸ் ஓகே, அவ்வளோதான். அந்த மாதிரி பிரித்து இது பண்ணுறது இல்லை அப்படி எப்பவுமே. ஆமாம், இல்லை எனக்கு ஆக்சுவலாக ஹீரோவே ஆகக்கூடாதுன்னு இருந்தது முதல்ல. எங்கள் அப்பா தான் ஆக்கிட்டார். தென் வாட் ஃபஸ்ட்டு 3-4 ஃபிலிம்ஸ் ஐ டோன்ட் நோ வாட் டு டூ ஒன்லி. எனக்கு ரொம்ப, பிகாஸ் நான் கொரியோகிராஃப் பண்ணும்போது 3 days 4 days தான், திருப்பி வீட்டுக்கு வந்துடுவேன். இது ஹீரோவை பண்ணும்போது 10 days 15 days ஹோம் சிக் ஆகிடும். என்னடா இது இப்படி நம்ம இப்படி ஆகிட்டோமே அப்படின்லாம் இருந்தது. ஐ மிஸ்ஸிங் மை மதர் ஃபாதர். சின்ன வயசில் வந்துட்டோம் இல்லையா, ஐ வாஸ் 19-20 ஆஸ் எ ஹீரோ. ஸோ இல்லை அந்த மாதிரி ஆகணுன்ட்டு ஆசை, பட் ஆகிட்டேன். அப்புறம் 4th ஃபிலிம்ல எனக்கு ஓகே அப்படி ஆயிடுச்சு. Working with Mammootty sir is absolutely amazing, as you can imagine. I think many people out there dream to work with such amazing people, and that song was a super hit, and I was very, very thankful. First of all, I'm a lover, not a fighter. But I think that as actors, if you can work on different films that have different types of characters, of course, that's something that we all dream to do. So yes, I do. So my song is Vachu Sayada. And I have a special appearance in this film, and I'm very excited for you all to see it. It's a big surprise. So you'll have to wait and watch. And it's a great song. We worked, I think it was 3 days on this song, and we had nothing but so much fun. We were in Bangkok shooting, and every single scene when you watch the song has something going on that's either funny or
if I can say, it's very, it's sexy, if I can say that, and it's also very glamorous, and I think that it's a song that everybody is going to love, and you're going to see it in every club or every function, so I hope you like it. So when I first found out that I was going to be working with Prabhusara, first of all, I was jumping up and down. I was so happy. I was so excited. And then I got very scared about 30 seconds later because I said I have to make sure that I have my A game, make sure I rehearse properly, and learn this song very well because I'm dancing next to somebody which every actor dreams to dance next to. And being able to work with you and being able to be on this set with him was unbelievable. So it's definitely a feather in my cap for sure. My experience with this project was amazing. It was too short, but I loved working on this. And you know, when you work on so many sets all the time, you get one set that is amazing. You have producers, the director, the people that you're working with, the actors, and everything just fits perfectly. And that's what this project was for me. Everything fit perfectly. Carefully, and with lots of love. Everything matters. Work matters, family matters, and you have to make sure that you adjust properly. I mean, they have done around like 12 or 13 songs or dance numbers. So there are two kinds of views to these dance numbers. Certain amount of people say that it is an objectification of women, and there's another view saying that it is showing women in a big scale aesthetic. So the only person that uses that first part of your sentence is only the media, because every single person out there listens to the music of each of the films, and they love it. And thousands of people come out to watch maybe because of a song. We are now coming out of that generation, but there was a time where I remember people here in Kerala watching one of the songs and they're dancing on the stage. Now you tell me that's not objectification, that's actually enjoying entertainment. And that is what we're here to do, is provide that entertainment. And I think that the only people saying the words that you just used is the media. So we have to stop using that because we need to make sure that cinema is back on top again. To do that, everybody has to work together. And we all have to work together, otherwise we all will not have jobs, by the way. So as one unit, we have to work together to make sure that every film that comes out, we support them, we love them, we support the actors, the technicians, every single person. When you buy a ticket, it means so much to every single actor. So I want you to go out, and if that means that you're going to use those words to go buy a ticket, then go right ahead. It doesn't bother me. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം? ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, എൻ്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞോ? ഓക്കെ, അപ്പം മൊത്തം പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അല്ല, വേറെ ആരെങ്കിലും സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ അവർ ഹേർട്ട് ആവാത്ത രീതിയിൽ അവരുടെ പേഴ്സണൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി. Good, very good. I have a proper question about the film. I really much enjoyed that.
யாருமே வேற போறது இல்லை, நான் தான் நம்ப போறேன். இல்லை இதை வரல சொல்லவே இல்லை. கொஸ்டினும் ராங்கு ஆன்சரும் ராங்கு. இட்ஸ் நாட் லைக் தட். அது இல்லை, அது கொஸ்டின் வேறு மாதிரி, ஆன்சர் வேறு மாதிரி. கொஸ்டின் இல்லை, இந்த கொஸ்டின் கிடையாது. ஸோ அந்த ஆன்சர் இருக்குல்ல சார், இல்லை, அந்த ஆன்சர் எப்படி? இந்த கொஸ்டினுக்கு தான் அந்த ஆன்சர் வரும். இந்த கொஸ்டின் ராங்கெல்லாம் அந்த ஆன்சர் எப்படி வரும்? அந்த ஆன்சர் உங்களோட செல்ஃப் கான்ஃபிடன்ஸ் வருதா இல்லை? இல்லை, அந்த கொஸ்டின் அப்படி கேட்கல. அது எப்படி திருப்பி எனக்கு புரியுது எனக்கு எந்த இடத்துலன்ட்டு. ஆக்சுவலாக இது கொஸ்டின் வேறு, அது ஆன்சர் வேறு மாதிரி. அது அது அப்படி, அதனால் அது எப்படி அது ரீக்ரியேட் பண்ணுறது தெரியல. மைட் பி இப்போது அது ராங்காகிடும். இப்போ நம்ம அப்படி நினச்சி பேசினா அது வேறு மாதிரி ஆகிடும். அதனால் இல்லை, எனக்கு இல்லை, எல்லாருக்கும் இருக்கணும். இட்ஸ் லைக் இப்போ நீங்கள் இவ்வளோ பேர் இருந்தால் நீங்கள் 2 பேர் மட்டும்தான் கேள்வி கேட்டுட்ருக்கீங்களா, ஒரு கான்ஃபிடென்ட்டாக இருக்குல்ல, அது எல்லாருக்கும் இருக்கணும். அது நான் எனக்கு மட்டும் இல்லை, எல்லாருக்கும் அது செல்ஃப் கான்ஃபிடென்ட் உங்களுக்கு எப்படி அதே இருக்கணும். அது இருக்கணும். நம்மளை பிலீவ் பண்ணணும்ல நம்ம. இட் ஹாஸ் டு பி பியூட்டிஃபுல். யா, உங்களுக்கு தெரியுமா தெரியல, இந்த விஜய் சாருக்கு இந்த மலையாளத்தில் சூப்பர் ஸ்டாருக்கு அந்த மாதிரி ஃபேன் ஃபாலோயிங் இருக்குது. ஸோ உங்களோட படங்களில் விஜய் சாரை நாங்கள் வேற மாதிரியே பார்த்துருக்கோம், வேற மாதிரியாக செலிப்ரேட் பண்ணிருக்கோம். நீங்கள் மிஸ் பண்ணுவா சார் அவரை ஸ்க்ரீனில் பார்க்காத அவர் ரசிகர் போயிட்டா மிஸ் பண்ணோம். ஷுர். எல்லாமே இஸ் அ ஹோல்சம் என்டர்டெய்னர் இல்லையா? ஃபுல்லாக டான்ஸ் பண்ணுறாரு, ஃபைட் பண்ணுறாரு, ஆக்ஷன் பண்ணுறாரு, காமெடி பண்ணுறாரு, ரொமான்ஸ். இஸ் அ ஹோல்சம் என்டர்டெய்னர். தட்ஸ் வை எவ்ரிபடி லவ்ஸ் இட். அஃப்கோர்ஸ் நம்ம மிஸ் பண்ணுவோம். ஷுவர் ஷாட் மிஸ் பண்ணுவோம். இது இன்னொரு சொல்லுங்க. மின்சார கனவு. இதுக்கு இவர்கிட்ட கேளுங்க. நமக்கு அப்படி தான் பண்ணலாம். சரி, இவர்கிட்ட கேளுங்க. പുള്ളിക്കാരൻ മനസ്സിലായി എന്നോട് പറഞ്ഞത് നമ്മളപ്പോൾ ഉള്ളവർ തീരുമാനിക്കണം പുള്ളി ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. സോ ഹീസ് പ്ലാനിങ്. അങ്ങ് ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ മലയാള സിനിമകൾ കാണുന്ന ഒരു ആളാണ്. എല്ലാ സിനിമകളും കണ്ടിട്ട് എന്നോട് ചോദിക്കും സിനിമ അത് വേറെ ഏത് റിലീസ് OTT-യിൽ. സോ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലി മൂവി പ്ലാനിലിരിക്കുക. എനിക്കൊന്ന് അടുത്ത 1 വർഷം നിങ്ങൾ ഇതുവരെ കാണാത്ത പ്രഭുദേവ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. പേട്ടറാപ്പിലല്ല, പേട്ടറാപ്പിൽ പഴയ പ്രഭുദേവ തന്നെയാണ് വരുന്നത്, വേറൊരു മോഡലാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന ഫാമിലി മൂവീസ് കുറച്ച് ഡിഫറെൻറ്റ് സബ്ജക്ട്സൊക്കെ സെർച്ചിലിരിക്കും. ஆக்சுவலாக மின்சார கனவுல கண்டென்ட் என்ன கண்டென்ட்? இது லவ் தானே. அந்த லவ்வரை நான் எடுத்துகிட்டு போயிடுவேன். தட்ஸ் த கண்டென்ட். சரிங்க. ஆன்சர். கோட்டு ரிலீஸ் ஆனதுக்கு அப்புறம் நிறைய ஸ்க்ரோல் வந்துட்டு இருக்கு அந்த மூவிக்கு. நீங்களும் பார்த்துன்னு நினைக்கிறேன். அது டென்ஷனா டார்கெட் பெரிய படத்துக்கு நாட் ஒன்லி இது பிக் மூவிக்கு இப்போ அது ஒரு ஸ்டைல் ஆயிடுச்சு. இவர் படம்ட்டு இல்லை, எனி பிக் மூவி கம்ஸ் அது மாதிரி ட்ரோல் பண்ணிட்டு தான் இருக்கிறாங்க. பட் இட்ஸ் கோயிங் வெரி வெல். அவ்வளோதான். ட்ரோல் பண்ணி அப்படி தான் அது வந்து வி ஒர்க்ட் லிவ் இட் டு ஆடியன்ஸ். தட்ஸ் இட். ശരിക്കും മാസ്റ്റർ വെച്ചിട്ട് നമ്മൾ സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തല്ല കേട്ടോ. വളരെ യാദൃശ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ എൻ്റെ അന്വേഷണം എൻ്റെ കയ്യിൽ വന്നു. വളരെ യാദൃശ്യമായിട്ട് അത് വായിച്ചു നോക്കിയപ്പം അത് ഫുൾ ഡാൻസ് പരിപാടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിലൊരു സബ്ജക്റ്റോട് അദ്ദേഹം വന്നത്. അപ്പം ഈ മലയാളത്തിൽ ഈ സബ്ജക്റ്റ് ചെയ്താൽ നമ്മൾ അതുപോലത്തെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ നമുക്ക് ഒരു ആക്ടർ നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം. അത് എന്നെപ്പോലത്തെ ഒരു പുതിയ ഡയറക്ടർക്ക് അത് ഭയങ്കര ടഫായിട്ട് തോന്നി മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട്.
അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചു നമുക്കിത് പുള്ളി തന്നെയാണ് ഞാനല്ല ചോദിച്ചു, പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് തമിഴിൽ ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ റീവർക്ക് ചെയ്തപ്പോഴാണ് അത് ഫുള്ള് ഇദ്ദേഹത്തിൻ്റെ ഹെഡ് ടു ടോയാണ് സിനിമ. അത് ആ സിനിമ കാണുമ്പോൾ നിൽക്കുക, കാരണം ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾക്കല്ലാതെ പേട്ടർ റാപ്പ് ചെയ്യാൻ പറ്റില്ല വേറൊരാൾക്കും, എന്നാൽ അത്രയും അങ്ങനത്തെ ഒരു മോഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേക്കിംഗ് ടൈം എനിക്ക് തോന്നുന്നു ഞാനൊരു ആക്ഷൻ കട്ട് ഡയറക്ടർ മാത്രമായിരുന്നു. ഈ മാസ്റ്റർ അത്രയില്ല, അദ്ദേഹത്തെ പോലത്തെ അത്രയും വലിയ ടെക്നീഷ്യനെ വെച്ചിട്ട് എനിക്ക് ഒരു ജോലി ഇല്ലെന്ന് തന്നെ പറയാമായിരുന്നു. കാരണം സ്ക്രിപ്റ്റിൽ അത്രയും പ്രിപ്പയർഡ് ആയിട്ടേ സെറ്റിൽ വരത്തുള്ളൂ. പിന്നെ ഡാൻസ് ഉള്ള ദിവസം പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും സെറ്റ്. പിൻ ഡ്രോപ്പ് ഇരിക്കുന്ന ആളല്ല. ഈ സമയത്തൊക്കെ ഫണ്ണും കോമഡിയൊക്കെ പറയും. അന്നത്തെ ദിവസം നമ്മുടെ ക്യാമറമാനൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നതാണ് ഇങ്ങനെ, കാരണം അന്നത്തെ ദിവസം വേറൊരു മൂഡിലാണ് മാസ്റ്റർ വരുന്നത്. എനിക്കൊന്ന് എന്നോട് മാത്രമേ അന്നത്തെ ദിവസം സംസാരിക്കുകയുള്ളൂ, കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അന്നത്തെ ദിവസം. അത് അദ്ദേഹം അല്ല കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വേറെ ആളുകളാണ്. ഇപ്പോൾ ഭൂപതി മാസ്റ്റർ അല്ലെങ്കിൽ റോബർട്ട് മാസ്റ്റർ പോലെയാണ്. അവരുണ്ടെങ്കിൽ പോലും ആ സോങ്ങിന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ 100 അല്ല 200% പുള്ളി വർക്ക് ചെയ്യും. സീനുകൾ ചെയ്യുന്നില്ലെന്നല്ല, സീനുകൾ ചെയ്യാൻ പുള്ളി ഈസിയാണ്. പക്ഷേ സോങ്സ് ഇപ്പോഴും ഒരു പുതിയ ഒരാൾ ചെയ്യുന്ന അതേ ഫീലിൽ തന്നെ അദ്ദേഹം ചെയ്യുന്നത്. സോ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ ചാപ്റ്ററായിരുന്നു. കാണുക, പഠിക്കുക. ഇദ്ദേഹത്തെ പോലത്തെ വലിയൊരു ടെക്നീഷ്യനോട് നിൽക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പൂർണ്ണമായിട്ട് ഉത്തരം തരാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല. എന്നാൽ അത്രയും വലുതാകാത്ത ഒരവസ്ഥയുണ്ട്. വിനയം കൊണ്ട് പറയില്ല കേട്ടോ, കുറച്ചൊക്കെ വലുതാണ്. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തെ പോലത്തെ ഒരു ടെക്നീഷ്യൻ്റെ മുന്നിൽ ഒരുപാട് പഠിക്കാനുള്ള കിട്ടിയ അവസരമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിരുന്നേ ഉള്ളൂ സോങ്സ് ഷൂട്ടിംഗ് ടൈമിൽ. ജസ്റ്റ് മോണിറ്ററിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. Nowadays, because of subtitles, I love to watch. Now I understand. There are some sexual allegations against leading stars in Malayalam movie, and how do you raise them, and what's your reaction? സാറിൻ്റെ റിയാക്ഷൻ? സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ മാസ്റ്റർക്ക് അതിനെപ്പറ്റിയൊന്നും ഈ ഡെസിൻ നോ അബൌട്ട് അങ്ങനെ പുള്ളി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആവശ്യമില്ല. ഇതെല്ലാം നിയമത്തിൻ്റെയും കാര്യങ്ങളുടെയും എല്ലാം പുറകെ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ ഒരാളുകൾക്ക് അത് പറയാനുള്ള അതിനുള്ള അർഹതയില്ലെന്ന് തന്നെയാണ്. അതിന് വലിയൊരു ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ. അതിന് പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. സോ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളെ പോലത്തെ ചെറിയ സിനിമക്കാരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് വിഷമിപ്പിക്കുന്നത്? That I don't know. അതിനെപ്പറ്റി I don't know. It is. I don't know how to address it. That's it. But I know about it, but I don't know how to address it. So media and that's it. Eduma? Dream role, huh? இல்லை அப்படி இந்த இப்போ ஃபஸ்ட்லேருந்து எப்போட் இல்லை, ஃப்ரம் பிகினிங் டேஸ் ட்ரீம் ரோல் மாதிரி எதுவும் எனக்கு வந்ததில்லை. பட் வாட் எவர் ஐ டூ ஐ வில் கிவ் மை 200%. அது மட்டும் வந்தது கரெக்டாக பண்ணணுன்றது அந்த இது இருக்குது எனக்கு. இல்லை அதுதான் அந்த டைரக்டர் பிலீவ் மீ. ஸோ ஐ தாட் கேன் ஐ டூ, ஐ ஆஸ்க்ட் எஸ் சார் யூ கேன் டூ இட், தென் ஐ வில் கோ தேர். தட்ஸ் இட் அக்கார்டிங் டு டைரக்டர்ஸ் கமிஷன். ഡയറക്ടറിനോടാണ്. ഷാജോൻ ചേട്ടന് ക്യാരക്ടറിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഷാജോൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമർ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അതൊരു ഹ്യൂമർ കൊമേഡിയൻ വില്ലനായിട്ടാണ് അത്. സാധാരണ തമിഴ് സിനിമകളിലൊക്കെയുള്ള നമ്മൾ തമിഴ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്ന ഒരു സാധനം ഞാനൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്താൽ അതെ പക്ഷേ ശരിക്കും അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സിനിമയിൽ അധികം പേരോട്ട് ചെയ്തിട്ടുണ്ട് ഷാജോൻ ചേട്ടൻ. ഷാജോൻ മലയാളത്തിൽ തമിഴിൽ കോമഡി ചെയ്യുമ്പോൾ അത് എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടാവും? ഹി നോസ്. പുള്ളിക്കാരനെ തമിഴ് നന്നായിട്ട് അറിയാം. പുള്ളിക്ക് ഇതിനു മുമ്പ് പുള്ളി തമിഴ് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അതൊരു ബാരിയർ ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് അറിയത്തില്ല, പുള്ളി നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യും. എന്നേക്കാളൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും അതിൻ്റെ മീനിങ്ങുകളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് ഈസി ആയിരുന്നു. ജോണർ കംപ്ലീറ്റ് ഡാൻസും പാട്ടുകളും അങ്ങനെയുള്ള ഇതാണോ? കണ്ടന്റ് വൈസ് ആയിട്ട് എന്താണ് ഇതിനെക്കുറിച്ച്? ഞാൻ പറഞ്ഞില്ല, മ്യൂസിക്കൽ ഫാമിലി എൻ്റർടൈനർ പടം.
പേരിൽ തന്നെയുള്ള പേട്ട റാപ്പിൽ തന്നെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ടിന് ഈ സിനിമയിലൊരു സാധ്യതയുണ്ട്. പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയിലൊരു സ്പേസ് ഉണ്ട്. സോ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ എൻ്റർടൈനറായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഇപ്പം മാസ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചോയ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത്. കാരണം മാസ്റ്റർ 2-3 പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് തന്നത്. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ പുള്ളിക്കാരന് അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ്. സോ നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിലൂടെ പോകുന്ന ഒരു ഫ്രഷ് കട്ട്സ് എഡിറ്റ് പാറ്റേൺ. എൻ്റെ എഡിറ്റർ നിഷാദ് യൂസഫാണ്. എനിക്ക് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ എഡിറ്ററാണ്. അദ്ദേഹം അധികം പേരോട് പടം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ 2 മണിക്കൂറേ ഉള്ളൂ. വളരെ ഫാസ്റ്റായി പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ലാഗുകൾ ഡ്രാഗുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഫൺ ട്രാവലാണ്. മലയാളത്തിൽ നിന്ന് വേറെ ആരൊക്കെ ഫിലിമിലുണ്ടായിരുന്നു? മലയാളത്തിൽ നിന്ന് നമുക്ക് രാജീവ് പിള്ളയുണ്ട്, പിന്നെ റിയാസ് ഖാൻ ഉണ്ട്, പ്രമോദ് വെള്ളിയനാടുണ്ട്. ഇത്രയും പേരുണ്ട്. മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ആക്ടേഴ്സിനോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് അവരെയൊക്കെ മാക്സിമം ഞാൻ അതിൻ്റെ അകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിൽ എത്രത്തോളം ഇത് ചലഞ്ച് ആയിരിക്കും? മ്യൂസിക്കിന് ആക്ച്വലി ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഡീം മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാം മെലോഡിയസായ സോങ്ങുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് ട്രാക്ക് ചേഞ്ചാണ് ഈ പടം. അതിപ്പോൾ നിങ്ങൾ എൻ്റെ മ്യൂസിക് കേട്ടാൽ മനസ്സിലാവും. ഇമാൻ സാർ എനിക്കൊന്ന് ഇതുപോലത്തെ മ്യൂസിക് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അത്രയും ഹൈ റെസൊല്യൂഷനാണ് പുള്ളിയുടെ ഒരു ടോട്ടൽ കോമ്പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പം അതിന് എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഔട്ട്പുട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് അയാൾ എൻ്റെ കൂടെയുണ്ട് സ്റ്റിൽ. കാരണം ഇപ്പോഴും എനിക്കൊന്ന് ഫസ്റ്റ് കോപ്പിയൊക്കെ ആയെങ്കിൽ പോലും എവറി ഡേ ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് തന്നുകൊണ്ടിരിക്കും. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പേട്ട റാപ്പ് എന്നുള്ളതെന്ന് വെച്ചാൽ റാപ്പ് സോങ്സ് മാത്രം, അതും അതിനനുസരിച്ചുള്ള ഡാൻസും എല്ലാം അടങ്ങിയിട്ടുള്ളതായിരിക്കുമല്ലോ. എത്രത്തോളം യോജിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് ഈ പേര് പേട്ട റാപ്പ്? ശരിക്കും പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് നമ്മൾ അതെല്ലാം കണ്ടിരുന്ന വെച്ചാൽ ഈ പേട്ട റാപ്പിലുള്ള പേര് ഈ സിനിമയ്ക്ക് എത്രത്തോളം യോജിക്കുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ ജമ്മ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പാർക്ക് ലോസ് ആണെന്ന് വെച്ചിട്ട് പേട്ട റാപ്പ് എന്നുള്ള പേര് ശരിക്കും അതിന് ആപ്റ്റാണ്. കാരണം അത് ഞാൻ പറഞ്ഞ മാസ്റ്റർ തന്നെ ചോദിച്ചു, ഇത് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഈ പേരിടാൻ തോന്നിയില്ല എന്ന് തോന്നിയില്ല. അത് ഞാനിട്ടല്ലോ കേട്ടോ. എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പയ്യനുണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് തിരുത്താൻ വന്ന വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അയാളാണ് ശരിക്കും ആ പേര് സജസ്റ്റ് ചെയ്തത്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാനത് അയാളോട് എന്നും എന്നോട് നന്ദി പറയാറുണ്ട്. കാരണം വിഷ്ണു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വിഷ്ണുവാണ് ആ പേര് ഇത് സജസ്റ്റ് ചെയ്തത്. എല്ലാം ഞാൻ പറയത്തില്ല, നിങ്ങൾ പോകണം. ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഞാൻ അവിടെ നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. இல்லை ஆமாம் இல்லை ஹிந்தி ஆமாம் கரெக்டாக. No, I don't think when they call I will come. If it is a good character I will come and do it. Say anything Malayalam. Teach me and I will repeat you. But nothing naughty. എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. Wait, say it again. Shamshakal. നിങ്ങളെല്ലാവരും. Sorry. And what? What did he say? നിങ്ങളെല്ലാവരും പടം കാണാൻ വരണം. I love you. Yes, it's a universal language. സർ, പ്രഭുദേവ് സർ, സാർ ഇതിൽ നിങ്ങളുടെ ഡാൻസ് പെർഫോമൻസ്, പ്രഭുദേവ് സാറിൻ്റെ ഡാൻസ് പെർഫോമൻസ് ത്രൂ ഔട്ട് ഉണ്ടോ ഇതിൽ? த்ரூ அவுட் இருக்கா? ஆமாம்மா இருக்கேன், டான்ஸ் பண்ணியிருக்கேனே. സാർ എല്ലാത്തിലും സാർ മാസ്റ്ററായിട്ടാണ് എല്ലാ സിനിമയിലും വരാറ്. മാസ്റ്ററാവാ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതിൽ ഡാൻസ് പെർഫോമൻസ് ഉണ്ടാവുമോ എന്ന്. അല്ല, എല്ലാ സിനിമകളിലും ഇപ്പോൾ വരുന്നതിൽ ഡാൻസ് മാസ്റ്റർ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറച്ച് ഡാൻസ് ചെയ്യാറുള്ളൂ. ഇതിലൊരു പെർഫോമൻസ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ വരുന്ന സിനിമകളിൽ ഡാൻസ് മാസ്റ്റർ അങ്ങനെ കുറച്ച് ചെയ്യാറുള്ളൂ ഡാൻസ്. ഇതിൽ ഡാൻസ് ഓൾറെഡി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചോദ്യം ചോദിക്കാത്ത ആരെങ്കിലും പ്രത്യേകിച്ച്
ലേഡീസിൽ നിന്ന് ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ വേണ്ടിയുണ്ടോ? Kill. Super. Raghav GL does that. Raghav, no, dancer. அதானே கேட்குறீங்க? என்ன கொஸ்டின்? பார்த்துட்டேன். Extraordinary. He was too good. Raghav was too good. Raghav GL, the cockroach. Huh? He's too good. அவரோட படமா? பரவாயில்ல, இட்ஸ் ஓகே. கேளுங்க, இட்ஸ் ஓகே. அவங்க அந்த மாதிரி எனக்கு ஆசை இருக்காட்ட. எனக்கும் ஆசை இருக்குது. அந்த படம் மோர் ஆஃப் எமோஷன். அந்த ஹீரோ வில்லன் அடிக்கும்போது நமக்கு கூட அது கோவம் வருது இல்லையா? இட்ஸ் மோர் தன் ஃபைட். த எமோஷன் ஒர்க். அஃப்கோர்ஸ் ஃபைட். அதனால இந்த ஃபைட்டும் பிடிச்சது. நம்ம அந்த வில்லன் அடிக்கும்போது நமக்கு கூட அடிக்கணும் போல இருக்குது. The emotion was working so much. It's good. I would love to do it. റീസെന്റ് ഒരു മൂവി നടിച്ചിருக்கு കർത്തനാർ മലയാളത്തിൽ നടക്കുക. അത് പറ്റി ഏതാ சொல்ல முடியுமா? Kartanar, I was just guest appearance it was, and I like that director Rojin Thomas. He's too good, and the company was also a great company, production company. The director, I loved it. And how is working with Jayasuriya? அவர் கூட நான் ஒர்க் பண்ணல, என் கூட காம்பினேஷன் இல்லை. நீங்கள் கொஞ்சம் தானே கேட்டீங்க, அவ்வளோதான். വേറെ ചോദ്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചോദിക്കും. ചേട്ടാ, അതായത് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ സിനിമയെ പറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ചോദിക്കാം. നേരത്തെ ഇവിടെ നിന്ന് ചോദിച്ച പോലെ പ്രഭുദേവ സാറ് നേരത്തെ മലയാള സിനിമകൾ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മലയാള സിനിമകൾ കണ്ടതിൽ പ്രഭുദേവ സാറിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, അല്ലെങ്കിൽ OTT കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണെന്ന് അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. எனக்கு இப்போ ரீசெண்டாக லாஸ்ட்டாக பார்த்தது வந்து ஊர்வசி மேடமும் பார்வதி அவங்க பண்ணாங்க உள்ளது. ஐ சா இட். இட்ஸ் குட் மூவி. ஐ லவ் இட். தே போத் வேர் வெரி குட். அப்புறம் ഓക്കെ, ഉള്ളൊടുക്കാണ് സാറിന് ഇഷ്ടം. പിന്നെ വേറെ ഏതെങ്കിലും ചോദ്യം? വേറെ ചോദ്യങ്ങളില്ലാന്ന് വിശ്വസിക്കുന്നു. ഫൈനലി നമ്മുടെ ഡയറക്ടർ, കാരണം ഞാൻ ഡയറക്ടറിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, SJ സിനു. ഒപ്പം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും നമ്മുടെ മാധ്യമ കൂട്ടായ്മയിൽ നിന്നുള്ള ആൾ തന്നെയാണ് ശ്രീ ദിനിൽ. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ജോബി പി സാം നൽകി തന്നു. നമ്മളെ തേര്, ജിബൂട്ടി, മൂന്നാമത്തെ പടമാണ് പെട്ടറാപ്പ്. ഈ സെറ്റുകളിലൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ലാന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ്. അത് ആദ്യം തന്നെ അത്രയും ഉദ്ദേശം തന്നുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കും. നിങ്ങൾക്കും അറിയാവുന്ന പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഫൈനലി ഡയറക്ടർ. ഒന്നുമില്ല, എല്ലാവരും സിനിമ നന്നായിട്ട് എഴുതണം ഉള്ളത് സത്യം. ഇരിക്കുമ്പോൾ ഒരു ധൈര്യം, അത് ഇരുന്നുകൊണ്ട് പറഞ്ഞ് നിൽക്കുമ്പോൾ ബാലൻസ് കുറച്ചങ്ങ് ആടും. എല്ലാവരും സിനിമയെ പറ്റി അത്യാവശ്യം നമ്മളീ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തോടൊത്ത് പറയാൻ. എനിക്കങ്ങനെ ഒരുപാട് വലിയ ഗോഡ് ഫാദർ ഇല്ലെന്ന് തന്നെ പറയാം. എനിക്കൊന്ന് ഈ ഒരു ഫാദർ മാത്രമേ ഉള്ളൂ ഗോഡ് ഫാദർ എന്ന് പറയാൻ. സോ നിങ്ങളുടെ ഈ എഴുത്തോ നിങ്ങളുടെ വീഡിയോ വഴി മാത്രമേ നമ്മുടെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം അത് മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഈ സമയത്ത് സഹകരണവും ഞാൻ നിങ്ങളുടെ എൻ്റെ ബോട്ടം ഇവിടുന്നാണ് ഹാർട്ടിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്. അത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ സംവിധായകനായ എന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തിയേറ്റർ നമ്മൾ 27th തിയേറ്റർ റിലീസ്. നമ്മൾ ചെന്നൈയിൽ ആക്ച്വലി അവിടെ അറിയാം വലിയ ടെറൈനാണ്. അവിടുത്തെ തിയേറ്റർ നമ്പേഴ്സ് നമ്മൾ പ്ലാൻ ആയിരുന്നു. ഇവിടെ എന്തായാലും ഒരു 120ക്ക് മേളിൽ നമ്മൾ തിയേറ്റർ റിലീസ് പ്ലാനുണ്ട്. പിന്നെ തമിഴ് സിനിമകളുടെ ഒരു നോർമൽ പോകുന്ന പാക്കേജ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു കുറവുണ്ട്. അത് എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്കൊന്ന് ഈവൻ വയനാട് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഒന്നും എവിടെയും ലിസ്റ്റിൽ കുറവ് വരുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്കത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ദയവേത് നല്ല വാർത്തകളായി എഴുതി ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വന്നതിന് ഒരുപാട് സന്തോഷം.
എല്ലാവരോടും ഒരിക്കൽ കൂടി ബ്ലൂ ഹിൽ ഫിലിംസിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും. താങ്ക് യു ഓൾ ദ മീഡിയ. നേരത്തെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ എല്ലാവരുടെ